അന്ന് കയറിയത മുറിക്കാത്തവള്. കഥകിനടിയിൽ ഞാൻ കഴിക്കാനുള്ള ആഹാരം കൊണ്ട് വയ്ക്കും. വിശക്കുകയാണെങ്കിൽ എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കും. വായിക്കാൻ പത്രം വയ്ക്കും. അതിൽ ഫുട്ബോളിനെ കുറിച്ചുള്ള ന്യൂസ് കണ്ട് അത് മാത്രം കട്ട് ചെയ്തെടുക്കും. അത് കാണുമ്പോഴാണ് അവൾ എന്നോടൊപ്പം എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ലോകത്ത് അവളുടെ മുഖം ആരും കാണരുതെന്ന് പ്രതിജ്ഞ എടുത്തു. എന്നിലുണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷയും തകർന്നു പോയി. എനിക്കെന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല മോനെ. അനിതയോട് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. അതിന് ഈ അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. ആ കഥവ് മറികടന്ന് മോൻ്റെ ശബ്ദം അവളുടെ മനസ്സിലേക്ക് കടന്നു ചെന്നാൽ അത് മാത്രം മതി മോനെ എനിക്ക്. അനിതേ, അനിതേ, എൻ്റെ പേര് മൈക്കിൾ എന്നാ. ഇപ്പം ഞാനാണ് നിങ്ങളുടെ ടീമിൻ്റെ കോച്ച്. നിനക്കൊരു ഇൻസ്പയറിങ് ആവുന്ന ഒരു കഥ പറയണമല്ലോ. പറയട്ടെ. ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ വയറ്റിൽ 3 മാസം ശിശുവായിരുന്നപ്പോൾ ആ കുഞ്ഞിന് വളർച്ച തീരെയില്ലായിരുന്നു. കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയട്ടെ എന്ന് അതിൻ്റെ അമ്മയോട് ചോദിച്ചു. അതിൻ്റെ അമ്മ അതിന് സമ്മതിച്ചില്ല. 10 മാസം ഒന്നും വരുത്താതെ അമ്മ ആ കുഞ്ഞിനെ പ്രസവിച്ചെടുത്തു. എല്ലാ കുട്ടികളും സാധാരണ 2 വയസ്സിൽ നടക്കാറുള്ളതാ. 5 വയസ്സിലാണ് ആദ്യമായിട്ട് ആ കുട്ടി പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയത്. ഇനി നടക്കുമോ എന്ന് വിചാരിച്ച ആ കുഞ്ഞ് 8-ാം വയസ്സിൽ ഫുട്ബോൾ കളിച്ചു. 15 വയസ്സിൽ ജൂനിയർ ലെവലിൽ നാഷണൽ ചാമ്പ്യൻ. 16 വയസ്സിൽ അണ്ടർ 18. 18 വയസ്സിലെ വീണ്ടും ഒരു മേജർ ആക്സിഡൻറ്റ്. ജീവിതാവസാനം വരെ വടിയും കുത്തി നടക്കണമെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അവർ പറഞ്ഞതെല്ലാം പച്ച കള്ളമാക്കിയിട്ട് തിരിച്ച് വീണ്ടും 6 മാസത്തിനുള്ളിൽ അവൾ ഗ്രൗണ്ടിലേക്ക് വന്നു. സ്റ്റേറ്റ് ടീമിൽ സെലക്റ്റുമായി. ഏതാണോ ബലഹീനതയെന്ന് തിരിച്ചറിഞ്ഞ അതുതന്നെ അവൾ തൻ്റെ ബലമാക്കി അവൾ മാറ്റി. അവളുടെ ജീവിതത്തിൽ അതിശയമായി തനിയൊന്നും നടന്നില്ല. അവൾ അത് നടത്തി കാണിച്ചു. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് 21 വയസ്സ്. എപ്പോഴും നടക്കുന്ന പോലെ ഇപ്പോൾ അവൾക്ക് വീണ്ടും ഒരു ചലഞ്ച്. ആരാന്നറിയാവോ അവള്? അനിതേ, ഇപ്പൊ നീ വെളിയിലേക്ക് വന്ന നീ ഒരാളല്ല, നീ എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കും. നീ ജയിച്ചാ നിന്നെ പോലെ ഇരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും ജയിച്ച പോലെ ആയിരിക്കും. പുറത്തേക്ക് വാ. ഈ ലോകത്തിന് നിന്റെ കഴിവെന്താണെന്ന് ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്ക്. കഴിവിനും തൻ്റെ അടുത്തിനും നമ്മുടെ ഈ മുഖം ആവശ്യമില്ല അനിതേ. ടിക്കറ്റ് ഞാനിവിടെ വയ്ക്കുക. ഇന്ന് ഈവനിങ് 5 മണിക്ക് നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും.